ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഓഫ് ഇന്ത്യ കേരള. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പോൾ ഗോകുലം ഗ്രാൻഡിൽ ആണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇനി ഇവിടെ ഒരു 10-20 ദിവസം കാണും. കേരള ക്രിക്കറ്റ് ലീഗ് കേരള ക്രിക്കറ്റ് ലീഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആലപ്പി റിപ്പിൾസ്, നമ്മുടെ ടീം ആലപ്പി റിപ്പിൾസ് ആണ്. ഞാൻ ആലപ്പി റിപ്പിൾസ് ടീമിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. മോട്ടിവേറ്റർ, മെൻറ്റർ, കം സോഷ്യൽ മീഡിയ, അങ്ങനെ കം കുറേ കാര്യങ്ങൾ ടീമിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ എനിക്കുണ്ട്. സോ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. സോ താങ്ക്സ് അ ലോട്ട് ആലപ്പി റിപ്പിൾസ് എന്നെ ഓൺ ബോർഡ് ചെയ്തതിന്. ആൻഡ് ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാധാരണ മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കാൻ ടീമിൻ്റെ ഭാഗമായിട്ട് ആസ് എ പ്ലെയർ പോകുന്ന ഞാനിപ്പോൾ വേറൊരു കാറ്റഗറി ഓഫ് സാധനമാണ് ഇപ്രാവശ്യം ലൈക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളെ ടീമിലെ പ്ലെയേഴ്സിനെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് വരുന്നത്, മാച്ച് പ്രിപ്പറേഷൻസ്, പ്രീ മാച്ച്, പോസ്റ്റ് മാച്ച് കാര്യങ്ങളൊക്കെ വ്ളോഗായിട്ടും ഇൻസ്റ്റയിലെ റീൽസൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. സോ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ഗൂഗിളത്തിലാണ്. ഗൂഗിൾ ക്രിയേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ റൂം, ഗൂഗിളും ഗ്രാൻഡിലെ റൂം ഇതാണ്. അവിടെ ഇവിടെ കലങ്കോലായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. ഡോണ്ട് മൈൻഡ്, ബിക്കോസ് ഇന്നലെ കുറേ തിരക്കായിരുന്നു. വന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി. ആൻഡ് എൻ്റെ കമ്മ്യൂണിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ബിക്കോസ് ആലപ്പി റിപ്പിൾസിൻ്റെ ഒരു കിഡിലൻ ആന്തം സോങ് അവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. നല്ല കിടിലൻ പാട്ടാണ്. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴയില്ല തൂക്കിയടി. ആലപ്പുഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വള്ളംകളി, വള്ളം തുഴയുന്നത് അങ്ങനെയല്ലേ. ക്രിക്കറ്റ് ആയതുകൊണ്ട് തൂക്കിയടി, 6 മാത്രം തൂക്കിയടിയാണ് പിള്ളേർ. അപ്പോൾ എന്താണെങ്കിലും അടിയിൽ ഫുഡ് കഴിക്കാൻ പോട്ടെ, ടൈമായിട്ടുണ്ട്. നമ്മുടെ വിനു ബ്രോ കാത്തിരിക്കുന്നുണ്ട്. വിനു ബ്രോനെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ കുറച്ച് പരിപാടികൾ ആക്കി സെറ്റാക്കി ഇന്നത്തെ വ്ളോഗ് നമുക്ക് കുറേ വലിച്ചു നീട്ടില്ല, ഒരു കാഷ്വൽ വ്ളോഗായിട്ട് നമുക്ക് എടുത്തു തീർക്കാം. ഓക്കെ, ഹായ് പ്രശാന്ത് ബ്രോ. യെസ്, നമ്മുടെ കോച്ച്. യെസ്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? എല്ലാം സൂപ്പറായിട്ട് പോകുന്നു. നമ്മളെല്ലാവരും എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. എക്സൈറ്റഡ് ആണ്. അതെ, നമ്മുടെ ഫസ്റ്റ് മാച്ച്, അതായത് ടൂർണമെൻ്റ് തന്നെ ഫസ്റ്റ് മാച്ച് നമ്മുടെയാണ്. അതെ. സോ ഇനിയുള്ള ദിവസങ്ങൾ എന്താ പറയുക, എല്ലാവരും വളരെ ത്രില്ലാണ്. നോട്ട് ഓൺലി ദ ഫസ്റ്റ് മാച്ച്, ടിൽ ദ ഫൈനൽസ്. കപ്പടിക്കണം, തൂക്കിയടി കപ്പടിച്ചിട്ട് പോരും. തൂക്കി അടിച്ചിരിക്കും. അതെ. പിള്ളേരെങ്ങനെയുണ്ട്? പിള്ളേരെല്ലാം സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ്. സോ വളരെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, യങ് സൈഡാണ്. ഓക്കെ, ഓൾ റൗണ്ടേഴ്സാണ് ഫുള്ളായിട്ട് മോസ്റ്റ്ലി ഉള്ളത്. സോ ദിസ് ഈസ് കിഡ്സ് ആർ വെയിറ്റിംഗ്. സോ ദേ ആർ വെയിറ്റിംഗ് ടു റോക്ക്. പ്രിപ്പറേഷൻസ് എല്ലാം അടിപൊളി. All done, perfectly well set. Yep, all set. ഓക്കെ, അപ്പം എന്നാൽ ഫുഡ് അടിച്ചിട്ട് ബാക്കി. Yes, വിക്കി, ഹൗസ് ഇറ്റ് ഗോയിങ്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഫസ്റ്റ് ടൈമിൽ ടൂർണമെന്റ്, അപ്പോൾ തീർച്ചയായും എക്സൈറ്റഡ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. തൃശ്ശൂർ ക്യാമ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് 3 ദിവസം നല്ല ക്യാമ്പും പിന്നെ ബാക്കി ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു. സെറ്റാണ്. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോകുലം ഗ്രാൻഡിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇതെന്തത് ചുവന്ന കളർ ഇതിനകത്ത്? ഇത് മൊത്തം ചുവപ്പല്ലേ. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ്. വിനു ബ്രോനെ കാണിച്ചിട്ടില്ല. ദിസ് ഇസ് മിസ്റ്റർ വിനു ബ്രോ. വിനു ബ്രോൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കണ്ടമായിട്ട് പറയാം. Guys, first of all, congratulations for you being with the LP Ripples. I think you should be proud of it, and you have a very proud owner. ആയതുകൊണ്ട് നല്ല തിരക്കിൽ ഓട്ടത്തിലാണ് മാനേജ്മെൻ്റ് ആണെങ്കിലും പയ്യന്മാരാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാവരും ഏകദേശം റെഡി ആയിട്ട് ലോബിയിലെത്തിയിട്ടുണ്ട്. ബൈക്ക് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ബസ്സിൽ കയറുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഓഫ് ദിസ് ടൂർണമെൻറ്റ്, ഫസ്റ്റ് മാച്ച് ഫോർ അസ്. അതിൻ്റെ ഒരു സംഗതി പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഹൗസ് യുവർ തോട്ട്സ്, മാച്ചിങ് ഉണ്ടായിരിക്കും എന്നുള്ള ക്ലീഷേ സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത് ഗൈസ്. നമുക്കൊരു 1 or 2 മാച്ചസ് കഴിഞ്ഞിട്ട്
കുറേ കാര്യങ്ങൾ പയ്യന്മാരോട് ചോദിച്ചറിയാനുണ്ട്, കോച്ചിനോട് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, പതിയെ തുടങ്ങി. മിസ്റ്റർ ജിൻഡോ, അതെന്താ ബട്ടണല്ല മൈക്കാ കൈ പിടിച്ചാ? എടാ ഞാൻ നീ ബ്ലോഗ് എടുത്തല്ലേ അപ്പൊ ജിൻഡോ തൂക്കിയടി തുടങ്ങാം. തൂക്കിയടിക്കാൻ തൂക്കിയടിക്കില്ലേ പൊളിക്കില്ലേ പൊളിച്ചടിക്കില്ലേ? വേറെ ലെവലടിക്കും. അല്ല പിന്നെ വാ, നമുക്ക് ടീമിന്റെ ചെക്കന്മാരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. കൈ പിടിച്ചോ, മൈക്ക് കൈ പിടിച്ചോ. നോ റിസ്ക്, കം എവിടെ ബാ, ചെക്കന്മാരൊക്കെ ബാ. ഫ്രഷ് ആയിട്ട് അത് 2 സെക്കൻഡ് ബാ, പയ്യന്മാര് പോവല്ലേ. കം ഓൺ. സോ ഹൗസ് ഇറ്റ് ഗോയിങ്? എവറിത്തിങ് ഗോയിങ് വെൽ ഓൺ പ്ലാൻ. തൂക്കിയടി. യെസ്, ഇതാണ് നമ്മുടെ തൂക്കിയടി ബസ്. തുഴയല്ല, തൂക്കിയടി മാത്രം. ഇതിനിടയിൽ എൻ്റെ ഒരു ID കാർഡ് കാണിച്ചു തരാം. ബിഗ് ബോസിന് ഇറങ്ങിയ ടൈമിലെടുത്ത ഒരു ശോക ഫോട്ടോ ആണ് ഞാൻ ID കാർഡിന് കൊടുത്തത്. വേണ്ടിയിരുന്നില്ല എന്ന് ഞാനിപ്പോൾ ആലോചിച്ച് വളരെയധികം സങ്കടപ്പെടുന്നു. കുഴപ്പമില്ല, ശരിയാവും. വേറെ ഫോട്ടോ എന്തായാലും ഒട്ടിക്കാൻ പറ്റുമായിരിക്കും. മിസ്റ്റർ ജിൻഡോ സെറ്റല്ലേ? വരട്ടെ, സാധനം വരട്ടെ, മറ്റേ സാധനം. തൂക്കി വണ്ടി എന്തായാലും കിട്ടും, അവിടെ സൈഡിൽ നിന്നാലും കിട്ടും. ഒരു കാര്യമില്ല. എന്താണ് അതിനകത്ത്? അല്ല പിന്നെ കപ്പ് തൂക്കിയിട്ട് മറ്റേ സാധനം വെക്കണം. അതല്ല മറ്റേത്. ജിൻഡോ 81 ജേഴ്സി നമ്പർ ഓട്ടെ 81. ജിൻഡോ 81. അങ്ങനെ ചോദിക്കരുത്. അയ്യോ ജിൻഡോന്റെ വയസ്സ് റിവീലായി. ഇത്രയും 4 വയസ്സ് പിടിച്ചു വെച്ച് തന്നത് റിവീലായി. സച്ചിന് മുമ്പ് ആരായിരുന്നു? ഞാൻ ജിൻഡോ. ഞാനായിരുന്നു. ഇത് മതി ജിൻഡോ. ഇത് പോരെ കോർപ്പറേറ്റ് ലുക്ക്. താങ്ക്സ് ഫോർ ദ കപ്പ് ഓഫ് കോഫി. താങ്ക് യു. കിട്ടി, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇപ്പം പോയാൽ നമുക്ക് ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഡിയത്തിൽ എൻട്രി ഇല്ലു. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് കഴിഞ്ഞാൽ PM ഉള്ളത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. നമുക്ക് 2 മണിക്കല്ലേ? 2:45 നമ്മുടെ മാച്ച്. ടോസ് 2:45. ടോസ് ഇടാനുള്ള മുതലാണ് ഈ ഇരിക്കുന്നത് ബാക്കിൽ. നാളെയോ? തിരുവനന്തപുരത്തിനൊപ്പമുള്ള മാച്ചിനാണ്. ലാലേട്ടനില്ലെങ്കിൽ ജിൻഡോ ടോസ് ഇടാനില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതേ പോകുന്നു ജിൻഡോ. നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ പാട്ടാണ്, ആലപ്പുഴേൻ്റെ പാട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോസ് കിട്ടി, നമുക്ക് ബാറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ബാക്കി സ്റ്റേഡിയത്തിനകത്ത് കയറിയിട്ട് നോക്കാം. മിസ്റ്റർ ജിൻഡോ, തൂക്കിയടി പാട്ടുണ്ടല്ലോ. തൂക്കിയടി നമ്മൾ പൊളിക്കാല സ്റ്റേഡിയത്തില്. തൂക്കിയടി പാട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. തൂക്കടി സ്റ്റേഡിയത്തിൽ ഓടിക്കൊണ്ടിരിക്കണ്. ഞങ്ങള് തൂക്കിയടിക്കണം. തൂക്കി അടിച്ച് നമുക്ക് പൊളിക്കങ്ങള്. ഓരോ 6ഉം തൂക്കി അടിച്ച് ജിൻഡോ ചാടി കളിക്കുന്നതാണ് ജിൻഡോ പറയുന്നത് അല്ലേ? പറന്നടിക്കുന്ന എന്തായാലും നോക്കാം. ബാക്കി ടോസ് ഇട്ടിട്ടുണ്ട്, ബാറ്റിംഗ് ആ നോക്കാം. തനിക്ക് ടിക്കറ്റ് ഉണ്ടല്ലേ? ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഇയാൾക്ക് ഫുഡ് കിട്ടും. ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ആള് പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. നമുക്കിതുണ്ടല്ലോ, നമുക്കതുണ്ടല്ലോ, പക്ഷെ അതുണ്ടെങ്കിൽ ഇത് കിട്ടില്ലല്ലോ. ഓ രാഗി. പെങ്ങളെന്ന് വിളി. ആ ഓക്കെ. എല്ലാവർക്കും കിട്ടി, നമുക്ക് കിട്ടില്ല. നമുക്കില്ലാന്ന്. ജിൻഡോ ഫുഡ് അടിക്കാം. ഇന്നലെ കഴിച്ചതല്ലേ? എന്റെ മോനെ, അത് ടിഷ്യൂ മാത്രമേ ഉള്ളൂ, സാധനം പോന്നിട്ട്. സാധനം പോകുന്നില്ല. അപ്പാണല്ലോ. പിന്നെ 2-3 അപ്പം, പിന്നെ കുറച്ച് ഫുഡ്.
അതെ ടോസ് കിട്ടി നമ്മളെ ചെക്കന്മാർ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആലപ്പി ടീമിന്റെ സ്പെഷ്യൽ അല്ലേ, ആലപ്പി ഫിഷ് കറി കൊള്ളാം. ഇത് ആലപ്പി പുളിശ്ശേരിയാണോ അല്ല ചോറിന്റെ പുളിശ്ശേരി എന്താ? ഇത് നമ്മള് ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബോക്സിനകത്താണ്. പയ്യന്മാരവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് തട്ടുന്നുണ്ട്. നമ്മൾ ബോളിംഗ് ആണ്. ഞാനിവിടെ ഫുഡ് അടിയാണ്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാച്ച് കൂടി ഇരുന്നിട്ട് കാണാം. ബാക്കി മാച്ചിൻ്റെ ഇടയിൽ ബാക്കി ആവേശം. വെരി ഫസ്റ്റ് ബോൾ തന്നെ നമുക്ക് വിക്കറ്റാണ്. യെസ്, ഫാനൂസ് അഭിഷേക് പോയിരിക്കുന്നു. മാച്ച് തുടങ്ങി. വെരി ഫസ്റ്റ് ബോൾ തന്നെ ഫാനൂസിന് വിക്കറ്റ് ഇടുകയാണ്. ലെഫ്റ്റി അഭിഷേക് പോയിരിക്കുന്നു. ഫസ്റ്റ് ബോൾ തന്നെ ഞങ്ങൾ കൊടുത്തു പണി തൂക്കിയടിച്ച് വൺ വിക്കറ്റ്. ക്രീസിന് പുറത്തിറങ്ങും. ന്യൂ ബോൾ തീരുന്ന വരെ ഇറങ്ങും. കണ്ടാ വെരി ഡേഞ്ചറസ്. വിഷ്ണു വിനോദ് പോയിരിക്കുകയാണ് അല്ലേ? വിഷ്ണു പോയി. ജിൻഡോ കൂടോത്രണ്ട. മുട്ടപ്പുറക്ക് കാക്കപ്പുറക്ക് കിട്ടിയതാണ്. വിഷ്ണു ഭയങ്കര ഡേഞ്ചറസ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയോ? മിസ്സായി. ലൈവ് എന്നുള്ള പേരിൽ ആ റിസപ്ഷൻ ഇരിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് പോയി വീഡിയോ എടുത്ത് വന്ന ജിൻഡോ ഇല്ല, ഈ തൊഴിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ ഞാനൊരു തൊഴിലിപ്പോൾ കണ്ടു. അവിടെ ഞാൻ വേറൊരു തൊഴിൽ കണ്ടു. ഞാൻ അമേരിക്കയ്ക്ക് വിളിച്ച് പറയും, അതെ അയാള് പലപ്പോഴായിട്ട് ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരും. എന്തുകൊണ്ട് വരും? നോക്കണ്ട, വേണ്ട, തന്നില്ലല്ലോ നിങ്ങള്. തരില്ലാന്ന് പറഞ്ഞ ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങള് ടിക്കറ്റ് ഇല്ലാത്തവരാണ്. ഞങ്ങൾ പാവം ടിക്കറ്റ് ഇല്ലാത്തവരല്ലേ, എന്ത് ചെയ്യാനാണ്? നമ്മളെ വിക്കിക്ക് വിക്കറ്റ് ഇട്ടിരിക്കുകയാണ്. സ്റ്റംപ്. ഒരു ബോൾ 6 കൊടുത്തെങ്കിലും വിക്കറ്റ് പോയി. ജിൻഡോ 9 ഓവർ 62-ന് 4. ഇവരെത്ര വരെ പോവും? കളിക്കൂ. പോവര് 4 വിക്കറ്റ് പോയി. ഫസ്റ്റ് ഓവറിൽ തന്നെ 3 വിക്കറ്റ് പോയില്ലേ? പവർ പ്ലേയില് 3 വിക്കറ്റ് പോയി. അല്ല, ഫസ്റ്റ് ബോളിൽ ഒരു ഫസ്റ്റ് ബോൾ വിക്കറ്റ് പോയി. നമ്മുടെ ഒരു പ്രഡിക്ഷൻ പ്രതീക്ഷയില്ല. ഫസ്റ്റ് ബോൾ വിക്കറ്റ് വന്നിട്ട് പിന്നെ എന്താ അർത്ഥം? പ്രതീക്ഷയല്ല, പ്രഡിക്ഷൻ നമ്മൾ പറയാം. കാരണം നമുക്ക് അങ്ങനെയല്ല. ടോപ്പ് 5 നമുക്ക് താല്പര്യമില്ല. കപ്പ് താല്പര്യമുള്ളൂ. നമ്മൾ കപ്പ് തൂക്കാന്ന്. ഞാൻ ബിഗ് ബോസ് കയറിയ പോലെ നമുക്ക് കപ്പാണ് താല്പര്യമുള്ളൂ. അതുകൊണ്ട് വെറുതെ ടോപ്പ് 5, ടോപ്പ് 6, ടോപ്പ് 2 ഒന്നും അവരെത്ര അടിച്ചോട്ടെ, അവരെത്ര അടിച്ചോട്ടെ, നമുക്ക് എന്താ കുഴപ്പം? അവരടിക്കട്ടെ, അവരടിക്കാൻ പറ. അവരെത്ര അടിച്ചാലും നമ്മൾ തൂക്കി അടിക്കും. ഒരു 4 ഒക്കെ പോകും. 4 പോയാൽ പിന്നെ അടുത്ത എന്താ? 4 പോയി അടുത്ത് ക്യാച്ച് ആയിരിക്കും. മിക്കവാറും ക്യാച്ച് ആയിരിക്കും. ഒരു ക്യാച്ച് ആയിരിക്കും പറയാൻ. അല്ല 6 അല്ല, 4 പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്യാച്ച് ആയിരിക്കും. 4 കഴിഞ്ഞാൽ ക്യാച്ച് ആണെന്നാണ് ജിൻഡോ പറയുന്നത്. ക്യാച്ച് വരുമോ നോക്കട്ടാ? 4 വന്നു, അടുത്ത ക്യാച്ച് ആണോ നോട്ടെ. ജിൻഡോന്റെ പ്രഡിക്ഷൻ. ഈ ഓവർ നോക്ക്, ഓവർ ഫുള്ള് പോട്ടെ, ഓവറെങ്കിലും പോട്ടെ. അടുത്ത വിക്കറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ല. 6 പോയിപ്പോ ചവൻ പൊക്കി അടിക്കുന്ന എന്റെ കുഴപ്പമില്ല. പൊക്കി അടിക്കാന്ന് എന്റെ കുഴപ്പമാണ്. പൊക്കി അടിച്ച് ക്യാച്ച് ആയിരുന്നു, തത്തടിച്ചു. ജിൻഡോക്ക് 4 ബോൾ കൂടി ഉണ്ട്. അതന്നെ
4 ഗോൾ ജിൻഡോന്റെ പ്രഡിക്ഷൻ ശരിയാവണോ ഇല്ല നോക്കാം. യെസ് കമണ്ട തൂക്കിയിട്ടാ. എടോ ടീം മാറി തൂക്കിയടിക്കാൻ. അല്ല അതുകൊണ്ടല്ല, അവൻ തൂക്കിയടിച്ചാലേ നമുക്ക് തൂക്കി കിട്ടുള്ളൂ. അത് മനസ്സിലായില്ലേ? അവൻ ഒന്ന് തൂക്കി അടിക്കണം. ആ അവൻ തൂക്കാത്താരേ നമുക്ക് കിട്ടത്തെ. അവര് തൂക്കണം. സത്യത്തിൽ നമ്മൾ തൂക്കിയടി എന്നുള്ളത് അവർക്ക് കൂടി വെച്ചാണ്. നമുക്ക് തൂക്കിയടി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവരും കൂടി കൊടുത്തരാണ്. അടിച്ചോട്ടെ, അവരടിച്ചോട്ടെ. നമ്മൾ തൂക്കിയടിക്കുമ്പോൾ പുറത്തും അവർ തൂക്കിയടിക്കുമ്പോൾ നമുക്ക് ക്യാച്ച് തരും. മിസ്റ്റർ ജിൻഡോ യെസ്, ഒരു 6 ഒരു ഔട്ട്. ഒരു 6 ഒരു ഔട്ട്. ഞാൻ പറഞ്ഞത് ശരിയാണല്ലേ? ഏകദേശം ശരിയാണല്ലേ? 144 7 അല്ലേ? ആ 18.5. 18.5 സെക്കൻഡ് ലാസ്റ്റ്. That's our last goal. Oh! Good over. Good over. Good over. Good over. ജിൻഡോന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആകുന്നു. 6 ഔട്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ച് പോകണം. പ്രഡിക്ഷൻ കറക്റ്റ് ആയ സന്തോഷത്തിൽ ജിൻഡോ ഇരിക്കുന്നു. 3 6 3 ഔട്ടാണ് ജിൻഡോന്റെ പ്രഡിക്ഷൻ. 3 നടന്നു. ജിൻഡോ ലാസ്റ്റ് ഓവർ 160 ആവോ? ഓ 160. ഓവർ 160 ആവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടല്ലേ? എന്നാലും അല്ല, നമുക്ക് ആക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോങ് ഗ്രീൻ അടിച്ച് വിട്ടിട്ടുണ്ട്. ആക്കാൻ ചാൻസ് ഇല്ല. ഈ മുട്ടങ്ങൾ ജാസ്മിന്റെ പഠിച്ചതാണ്. ജാസ്മിൻ ലോങ് ഗ്രീൻ അടിക്കുമ്പോൾ ഞാൻ ലോങ് ഗ്രീൻ അടിച്ചാൽ വിട്ടിട്ടുണ്ട്. പറയാം മോനെ കൊടക്കടാ, കോമ കൊടക്കടാ, എടുക്കടാ. അവന്റെ സെന്റർ നോക്കി അങ്ങ് എടുക്കടാ. അപ്പഴേ സോറി ഗൈസ്, അവൻ 4 അടിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് തന്നെയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആളുണ്ടായില്ല. ആളുണ്ടായിരുന്നു അടുത്തൂടെ. സോറി ഗൈസ്. തേർഡ് മാൻ നമ്മുടെ ആരാധകർ ഒന്നും വിചാരിക്കണ്ട, അടുത്ത വിക്കറ്റ് വന്നു. 149 7 160 ആവുന്നാണ് ജിൻഡോ പറയുന്നത്. 160 ആവട്ടെ, എന്നാലേ നമുക്ക് കളിക്കാനുള്ളൂ. ജിൻഡോ ആ ലൈൻ അവര് 250 അടിച്ചാലും അടിക്കുന്നതാണ് ജിൻഡോ. ആ ലൈനാണ് ജിൻഡോ പിടിച്ചിട്ടുള്ളത്. അതായത് എല്ലാവരും ഒരുമിച്ച് വന്നാലും നമ്മള് ഒറ്റയ്ക്ക് അടിക്കും. പറഞ്ഞില്ലടാ, ഒരടിച്ചാ നമ്മൾ പിടിക്കുന്നത്. ഒരെണ്ണം കൊടുത്താൽ നമ്മൾ അവിടുത്തെ എടുക്കും. ഇടുക്കല നമ്മള് പോളിക്കുകള് ഉണ്ടോ? 4 അടിച്ചാൽ അടുത്ത ഔട്ട്. 4 അടിച്ചാൽ അടുത്ത ഔട്ട്. ഓളോട്ടോ കഴിഞ്ഞിട്ടുണ്ട്. 7 ആയോ? 2 വിക്കറ്റ് ചെയ്യാ മക്കളെ. ഓളോട്ടാക്ക്. ആ മോളിലെ ചേട്ടൻ അടിക്കാൻ വന്നേ. ആ മോളിലെ ചേട്ടൻ അടിക്കാൻ വന്നേ. ചേട്ടൻ ഒന്ന് അടിക്കട്ടെ. ജിൻഡോന് ഒരു ദിവസം കമന്ററിക്ക് കിട്ടാലോ. ഓളോട്ട് എടുക്കണോ? അത് പുളി ചെയ്യുന്നല്ലേ ഓളോട്ട്. അവളോട്ടല്ലേ? അടിപൊളിയാവും. ആയി അടുത്ത കൊടുക്കും. ക്യാച്ച് കിട്ടുന്നതിലും 6 അടിക്കാൻ നോക്കും. 6 അടിക്കാൻ നോക്കും, ക്യാച്ച് കിട്ടും. ഞാൻ നോക്കിയടാ, നമ്മുടെ ബോൾ ചെയ്യണ ആരാ നോക്കിയേ? ആരാ നോക്കുക? ബോൾ ചെയ്യണ നോക്ക് നീ പറപ്പിച്ചെടുക്കുക. ഒന്നാലും കുറ്റി പോലെ ക്യാച്ച് വരും. നോക്കിട്ടാ. ആ കുറ്റി അല്ലെങ്കിൽ ക്യാച്ച്. യെസ്, പറ്റേ. ആരും പേടിക്കണ്ട, ജിന്നോന്റെ മൈക്ക്. അപ്പൊ കൂക്കളൊക്കെ കേൾക്കുന്നു. യെസ്, തറടേ. എന്നെ തത്തറയാക്കരുത്. ഭയങ്കര രസമുണ്ടല്ലേ യൂഷ്വല്. മുട്ടങ്ങ എടുത്തേ, മുട്ടവന്റെ തലങ്ങ എടുത്തേ. കമാ ഞാൻ പറഞ്ഞില്ലടാ ചാൻസ്. ജസ്റ്റ് മിസ്സിംഗ് ഗൈസ്. ഈ വിക്കറ്റാണ്. 6 പോയാ പിന്നെ വിക്കറ്റ് അല്ലേ? 6 സാധാരണ വിക്കറ്റ് വരാറ്. കാലോചിട്ട് പൊളിഞ്ഞു. ബെസ്റ്റ് പൊട്ടിച്ച്. ആ സാധനം പൊട്ടിച്ച്.
തൈലൂട്ടിച്ച് നല്ല അടിച്ച് നല്ല അടിച്ചിട്ടോ അല്ലേ? അത് വരും സിക്സർ പോയത്? സിക്സ് അല്ലേ? 6. അപ്പോ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 155 അല്ല 161. 161 ആണോ? ടു വിൻ 162. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 160 എടുക്കാനുള്ള വീരും 160 എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കറക്റ്റായിട്ട് 161 എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 160 ബോളിൽ പോകുന്ന വെച്ചു. ഒരു പോയിട്ടെങ്കിലും ബോളിൽ പോയിട്ട് ഒരെങ്കിലും ബോളിൽ പോയിട്ടുണ്ട്. അത് പറഞ്ഞ വാക്കിന് കീപ്പ് ചെയ്തിട്ടുണ്ടോ അവര്? നമ്മൾ എത്ര ഓവർ ജയിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ഓവർ തൂക്കി അടിക്കും? അത് നമുക്ക് കണ്ടറിയാം. കാരണം നമ്മൾ കണ്ടറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കില്ല. ആൾക്കാർ ആ ത്രില്ല് കളയല്ലേ? മറ്റേ ലൈന ആ ത്രില്ല് കളയരുത്. ഏതാ ടീം എന്ന് വെച്ചാൽ ഫൈനലിൽ എത്തി കപ്പടിക്കുന്ന ടീം. അങ്ങനെയൊന്നുമില്ല. ത്രില്ല് നമ്മളെന്തായാലും ജയിക്കും, ഉറപ്പാണ്. നമ്മുടെ പിള്ളേര് ബോളിങ്ങിലാണെങ്കിൽ അത്യാവശ്യം പൊളിച്ചിട്ടുണ്ട്. ഇത്ര റണ്ണെല്ലാം എടുത്തുള്ളവര് 250 അടിച്ചില്ല. T20 20 തന്നെ ചോദിച്ചത്. 250 200 അടിച്ചില്ല അവര്. അടിച്ചില്ല, ഭാഗ്യം. ഇത്രയല്ലേ അടിച്ചുള്ളൂ. 160 റണ്ണല്ലോ. 20 ഓവറല്ലേ അവക്ക്. 10 ഓവറിൽ നമ്മൾ ജയിച്ചു പോണോ? വേണ്ടല്ലോ. പിന്നെ അല്ല 10 ഓവർ കളിക്കണം. 10 ഓവറിൽ നമ്മൾ കളിക്കും. ഒരു 15 ഓവറിലേക്ക് വിടാം അല്ലേ? നമുക്ക് ചായ അടിച്ചിട്ട് വരാം. ചായ അടിച്ചിട്ട് വരാം. അപ്പോൾ ചായ ആയിട്ടുണ്ട്. ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. പഴംപൊരി രതീഷും ബിസ്ക്കറ്റും പിന്നെ കാപ്പി. അതാണ് നമ്മളെ ഇന്നിങ്സ് തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഓവർ 2 റണ്ണിന് 1 വിക്കറ്റാണ്. നമുക്ക് KP പോയി. മിഥുൻ PK ലെഫ്റ്റ് എറൗണ്ട് വിക്കറ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. KP പോയി. ഇനിയിപ്പോൾ അസറുണ്ട്. അസറും പിന്നെ ആരും സ്ട്രൈക്കിൽ വന്നത് നോട്ടോ. ചന്ദ്രൻ വന്നിട്ട് അക്ഷയ് ചന്ദ്രൻ വന്നിട്ടുണ്ട്. അസറും അക്ഷയ് ചന്ദ്രനും ആയിരിക്കും. അങ്ങനെ നിതീഷ് പോളിയും വന്നിരിക്കുന്നു. അസർ ഫസ്റ്റ് ബോൾ ഒരു 4 അടിച്ചു. ഇപ്പോൾ തേർഡ് എംപയർക്ക് കൊടുത്തിരിക്കുന്നത് ബംബോൾ ക്യാച്ച് എന്ന് പറഞ്ഞിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ക്യാച്ച് അല്ല. ക്യാച്ച് ആവാൻ വഴിയില്ല അല്ലേ? നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഇവിടുന്ന് കാണുമ്പോൾ അത് ബമ്പാണ്. ഫ്രണ്ടിൽ കുത്തിയിട്ടുണ്ട്. ക്യാച്ചല്ല. ഇതാണ് കൈ കയറിയ നോക്കാം. ഡിസിഷൻ പെൻഡിങ് ആണ്. സാർ കുട്ടൂര ഫോം 23 ഒരു രക്ഷയില്ലാത്ത അടിയാ സർ. 72 ബോൾ 98 ചെയ്യാം. നല്ല പാർട്ട്ണർഷിപ്പ്. വിനൂബും അസറും നന്നായി പോകുന്നുണ്ട്. അസറിന് ഒരു 7 റണ്ണും കൂടി. റൺ റേറ്റ് 8 ഉണ്ടല്ലേ? കൊള്ളാം. 8 ഓവറിൽ 64. കൊള്ളാം. റിക്വയർഡിനൊപ്പം തന്നെയാണ്. റിക്വയർഡിനൊപ്പം തന്നെയാണ്. റിക്വയർഡ് എത്ര? 8.17 അല്ലേ? അസറിന് ഒരു 7 റണ്ണ് കൂടി. അസർ ഓൺ 43. അടിയാണ്. ഒരു 6 വരുമോ? ആടി പോണേ. 49. ക്യാപ്റ്റൻ ഓൺ 49. ക്യാപ്റ്റൻ 25 ബോളിൽ 49 റൺ. മോനെ അസർ കുടൂര ഫോം. ഒറ്റ റണ്ണ് 50ക്ക്. അസർ അടിപൊളി. ക്യാപ്റ്റന്റെ 100നെ കുറിച്ച് എന്തോ 50നെ കുറിച്ച് എന്തോ പറയാണ്ട്? തൂക്കിയടിക്കൊരു മയമില്ലല്ലോ. ഇല്ലല്ലോ. തൂക്കിയടിക്കൊരു മയമില്ല. പിള്ളേരടിച്ചോ. നമ്മ ടാഗ് ലൈൻ ഒരു കുറവില്ല. ടാഗ് ലൈന് പക്കയില്ല. നമ്മ ടാഗ് ലൈൻ പക്കല്ലേ? ക്യാപ്റ്റൻ തന്നെ തൂക്കി അടി. ബോള് പോയി. തൂക്കി അടിക്കടാ. പോയി അടിച്ചു പൊട്ടിക്കോ ക്ലാസ്. എവിടെ കുഴയില്ല. ഞങ്ങളിങ്ങനെ തൂക്കി അടിക്കും.
ജിൻഡോന്റെ സീൻ എന്താ അറിയോ? ജിൻഡോ 6 4 പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഗ്ലാസ് സാധനം അടിച്ച് പൊട്ടിക്കും. ടൈൽ ഓൾറെഡി പൊട്ടിച്ചു ജിൻഡോ. ടൈൽ പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിക്കോ? കൊടൂർ അഭിനയമാണ് ഇവിടെ ജിൻഡോ. ഓക്കെ സ്റ്റാർട്ട് ആക്ഷൻ. ഓക്കെ ആക്ഷൻ ആക്ഷൻ വരട്ടെ ഇല്ലേ? ആക്ഷൻ ഇല്ലേ? ആക്ഷൻ. ആക്ഷൻ. ആ വരട്ടെ, കൈ വരട്ടെ. ഇല്ല ഞങ്ങക്ക് ജിന്നോന്റെ അഭിനയം കാണണം. ആ അസർ 100 അടിക്കോ ഇല്ലേ എന്നുള്ളതാണ്. അസർ 37 ഉള്ള 73 ആയിട്ടുണ്ട്. 50 റണ്ണ് ജയിക്കാൻ വേണം. അസർ 100 അടിക്കാം. ഒരു രക്ഷയില്ല, അടിച്ച് കളഞ്ഞു വന്നു. നല്ല അടി, 1.5 അടി. അസർ ക്യാപ്റ്റൻ ഔട്ടായിരിക്കുകയാണ്. ഞങ്ങളൊരു 100 പ്രതീക്ഷിച്ചതാണ്. പക്ഷെ വെൽ പ്ലേഡ്, ഗ്രേറ്റ് ഇന്നിങ്സ് ക്യാപ്റ്റൻ. അടിപൊളി അടിപൊളി അസർ. ക്യാപ്റ്റന്റെ ഒരു 100 പ്രതീക്ഷിച്ചു, ബട്ട് പോയി. 92. No worries, well played. Captain's knock. അസർ 92 പോയിരിക്കുകയാണ്. നമുക്കൊരു 100 പ്രതീക്ഷ എന്ന സമയത്താണ് ട്രൈഡ്. അടിപൊളി അടിപൊളി. ഓ ഇനി ടൂർണമെന്റ് തുടക്കം ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു 100 എന്ന് പറഞ്ഞാൽ അയ്യോ വേറെ ലെവലായിരുന്നു. സോ ഗൈസ് 4 more to win. ഒറ്റ ഷോട്ട്. Come on. Out. ആവശ്യം ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ആക്കരുത്. 12 ടെൻഷൻ. അതെ അതാണ് ജിൻഡോ പറഞ്ഞ വി ആർ ദ വിൻ. പാൻ ഇന്ത്യൻ ജിൻഡോ മോനെ. ഇംഗ്ലീഷ് കഫേ പറഞ്ഞോട്ടിന്നോ ഉണ്ടല്ലേ? മോനെ ഇംഗ്ലീഷ് കഫേ സെറ്റാക്കി തൂക്കി. ജിൻഡോ 6 അടിച്ച് ജയിക്കോ 4 അടിച്ച് ജയിക്കോ? എനിക്ക് 6 മതി. പറയാൻ പറ്റോ മൂപ്പരേ കരഞ്ഞിട്ടാണ് മാറിക്കുണ്ടാവും. തൃശ്ശൂര് തോറ്റു പറഞ്ഞിട്ട്. ഓ 4 റണ്ണ് 11 മുകളിൽ 4 റണ്ണിനാണ് ഇരുത്തിരിക്കുന്നത്. ഇതിന്റെ പൊന്നെ അടിച്ച് ജയിച്ച ഫാസ്റ്റ് ആണ് ജയിച്ചത്. ഓക്കേടി തൂക്കിയടി. 1 run. Only one run. Yes. അങ്ങനെ ഫസ്റ്റ് കളിച്ചിരിക്കുന്നു. സമാധാനം, സന്തോഷം. യെസ്. നമ്മള് കൈവച്ച എന്താണ് നമ്മൾ തൂക്കിണ്ട്. നമ്മള് കൈവച്ച എന്താണ് നമ്മൾ തൂക്കിണ്ട്. തൂക്കുമാന കാര്യമാണ് തൂക്കുന്നത്.
ബോയ്സ് ആർ ഹാപ്പി, വി ആർ ഹാപ്പി, ഹാപ്പി ബഞ്ച് ഓഫ് എ ടീം. ലൈക്ക് അടിപൊളി. അസർ പ്ലെയർ ഓഫ് എ മാച്ച്. നമ്മളിവിടെ മാച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്താ നിൽക്കുന്നത്, കൊച്ചി ടീമിന്റെ എല്ലാമയമാരാ. ആലപ്പുഴയുടെ ജിൻഡോ. ഞങ്ങള് കളി ജയിച്ചത്. അതൊരു വെല്ലുവിളിയാണ്, അതൊരു വെല്ലുവിളിയാണെന്ന് അതൊരു വെല്ലുവിളിയാണ്. ഞങ്ങള് കളി ജയിച്ചു. ഇവർക്ക് രണ്ടാക്കും കപ്പ് രണ്ട് ബിഗ് ബോസ് കപ്പ്, 2 ബിഗ് ബോസ് കപ്പാണ് നിൽക്കുന്നത്. ലാലേട്ടൻ വരുമോ? വന്നോ? നിങ്ങൾ അതിനല്ല അവിടെ വന്നേ. ജിൻഡോക്ക് ആരാന്നൊന്നുമില്ല, ആരെ കണ്ടാലും ടാറ്റ കൊടുക്കും ജിൻഡോ ടാറ്റ. സൂം ചെയ്ത് നോക്കുന്നുണ്ടോ മുകളിൽ ആരാന്ന് സൂം ചെയ്ത് നോക്കുക നമുക്ക്. അവിടെ കള്ള ഒരു S23 കിട്ടിയോട് കൂടിയിട്ട് ജിൻഡോന്റെ പരിപാടി ഇതാണ്. S24 എടുക്കുക, ആരാന്ന് സൂം ചെയ്ത് നോക്കുക. ആ കിട്ടിയോ? മനസ്സിലായ? ആരാ മനസ്സിലായ? ജിൻഡോക്ക് ആളെ പിടി കിട്ടി അറിയുന്നത്. ജിൻഡോ നോക്കുന്നല്ല. അവിടെ മാച്ച് നടന്നപ്പോ ഈ സൂമിംഗ് ഒന്നും കണ്ടില്ലല്ലോ. 4 പെൺകുട്ടികളവിടെ മറ്റേ തിരുവാതിര കളിക്ക് സാരി കൊടുത്തപ്പോ സൂം ചെയ്ത്. ക്യാമറ ഞാൻ തിരിയട്ടെ. തിരിയട്ടെ. കണ്ട ഗൈസ്, അതെന്നെ തന്നെ റെക്കോർഡ് ചെയ്യണം. അത് സൂം ചെയ്താ പോരെ? എന്താ സൂം ചെയ്ത് ആളെ നോക്കണം. നീ ചുമ്മാ സൂം ചെയ്ത് റെക്കോർഡ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് സൂം ചെയ്തിട്ട് ആളെ കിട്ടാൻ വേണ്ടിട്ട്. ജിൻഡോ അമേരിക്കക്ക് വിളിച്ച് പറയണ്ടോ? ഓക്കെ, അപ്പൊ ഇനാഗുറേഷൻസ് ഫങ്ഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് കുറെ ട്രഡീഷണൽ നമ്മുടെ കേരള ഫെസ്റ്റിവൽ രൂപങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ കൾച്ചർ വിളിച്ച് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഫങ്ഷൻ ആവാനാണ് ചാൻസ് അല്ല ആണ്. ഞാൻ ഈ ചാൻസ് എന്നൊക്കെ എന്തിനാ പറയുന്നത്? കഥകളി, കളരിപ്പയറ്റ്, ഭരതനാട്യം, തെയ്യം എല്ലാം ഉണ്ട്. എല്ലാ കലാരൂപങ്ങളും ഉണ്ട്. മാർഗം കളി വൺ സൈഡ്. അടിപൊളി. ഇതാരം മുണ്ട് ഷർട്ട് കൊടുത്ത കുറേ ആൾക്കാർ. ശിങ്കാരി മേളം. 2 പെൺകുട്ടികളെ കണ്ട അവിടെ ഇരിക്കണം. ജിൻഡോ നീച്ചോ. എന്താ വാ പോവാ. എന്ത് ജിൻഡോ ചേട്ടാ നോക്കാൻ പറയണോ? നമ്പർ മേടിച്ചു കുട്ടികളെ, നമ്പർ മേടിച്ചു. അതെ, ഒരു നമ്പർ തെറ്റിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ഫുള്ള് പറഞ്ഞു കൊടുക്കണ്ട. ഫുള്ള് തെറ്റല്ലേ? ഓ എന്തിനാണ്? കല്യാണത്തിനല്ലേ? കല്യാണം വിളിക്കാനല്ലേ? ഈ മാസം ലാസ്റ്റ് കല്യാണം കേട്ടാ മാനേജ്മെന്റ്. ജിൻഡോ അതെ. അങ്ങനെ ലാലേട്ടൻ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അടിപൊളി. അവിടെ ഒരു കേക്ക് കട്ടിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആണോ? അതൊന്ന് അയച്ചു തരുമോ? ഡൺ. ഞാൻ പോരാ ക്യാപ്റ്റൻ. പിന്നല്ല അടിച്ചു തൂക്കി. പിന്നല്ല തൂക്കിയടി. ഞങ്ങള് പോവാ. ക്യാപ്റ്റൻ ഇതെങ്ങനെയൊക്കെ കുത്തണ കൈ പിടിച്ചോ. മാച്ച് മാച്ച് അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യത്തെ മാച്ച് തന്നെ ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇന്നിങ്സ് 8 റൺ അടിച്ചാൽ സെഞ്ചുറി അടിച്ചാൽ ജസ്റ്റ് മിസ്. നോക്കാം, നമുക്ക് ഇനി ഒരുപാട് മാച്ചസ് വരാനുണ്ട്. മാച്ച് ജയിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മൾ സച്ചിനൊക്കെ സാധാരണ ഒരു 2 റണ്ണിനൊക്കെ സെഞ്ചുറി പാടില്ലേ? അതൊരു മിസ്സിംഗ്. ആര് ബാറ്റ് ചെയ്താലും 90-നടുത്ത് അല്ലെങ്കിൽ 100-നടുത്ത് നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് വിഷമം തന്നെയാണ്. എന്റെ കണക്ക് അങ്ങനെയാണ്. പക്ഷെ മാച്ച് ജയിച്ചതോടുകൂടി നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാച്ച് പിടിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.
ക്യാപ്റ്റൻ തന്നെ തൂക്കടി. തുഴയില്ല, തൂക്കിയടി മാത്രം. സർ കട്ടെ, സർ യു കട്ട് ദിസ്. ടീമിങ്ങിനോ വാ. ആ ഓക്കെ. താങ്ക് യു. കറക്റ്റായിരുന്നു. കേക്കായിരുന്നു, നല്ല കേക്കാണ്. അടിച്ചോ. താങ്ക് യു. താങ്ക്സ് ഏട്ടാ. ജിൻഡോ തുഴയില്ല, തൂക്കിയടി മാത്രം. അത് പറയാനാണ് ഇപ്പൊ മൈക്ക് വെച്ചത്. വേറെ എന്തെങ്കിലും പറ. തുഴയില്ല. ഇത് പറയാൻ മാത്രം മൈക്ക് വെച്ചു. ഇപ്പൊ നമ്മള് ഇപ്പൊ കപ്പ് എന്തായാലും നമ്മൾ തൂക്കും, ഉറപ്പാണ്. നമ്മൾ ഇന്നത്തെ കളി കണ്ടിട്ട് എന്താ തോന്നിയേ? പൊളിയല്ലേ? ആ, നമ്മൾ എന്തായാലും ചേസ് ചെയ്ത് ജയിക്കുന്നത് നമുക്ക് ഉറപ്പായി അല്ലേ? ക്യാപ്റ്റൻ വിളിച്ചു. ക്യാപ്റ്റനല്ല, സോറി, കോച്ചിന്. സോ ഗൈസ്, അങ്ങനെ മാച്ച് കഴിഞ്ഞു, കളി ജയിച്ചു. അസർ ഒരു കിടിലൻ ഇന്നിങ്സ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നാളെ മാച്ച് ഡേ ഉണ്ട്. സോ മാച്ച് ഡേയ്സിലൊക്കെ ഞാൻ എന്താണെങ്കിലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്ത് വിടാം. ഓക്കെ, നല്ല ടയേർഡാണ്. ഓക്കെ, ബൈ.